രാവിലെ ഒരു കുഴൽ ബോംബ് അങ്ങ് പൊട്ടി. എങ്ങനെയാണ്? കേരളത്തിൽ 2018 പ്രളയം മനുഷ്യനിർമ്മിതം. ഈ സർക്കാരാണ് അതിന് കാരണം. എങ്ങനെ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 2018 ഓഗസ്റ്റിലാണല്ലോ പ്രളയം ഉണ്ടാകുന്നത്. അന്ന് രാവിലെ ഇരുന്നപ്പോൾ ഒന്ന് പിണറായി വിജയന് ഡാം തുറന്നു വിടാൻ ആഗ്രഹം. അങ്ങനെ ഫോൺ എടുത്ത് നേരെ, ഹലോ, നിങ്ങൾ മഴ പെയ്യിക്കണ ആളല്ലേ? കേരളത്തിലേക്ക് തീവ്രമായിട്ട് മഴ പെയ്യിക്കും. ഞാൻ പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. പറയുന്നത് വരെ മഴ പെയ്ച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഡാമുകൾ നിറഞ്ഞിട്ട് ഞാൻ തുറന്നു വിട്ടതിന് ശേഷം അങ്ങോട്ട് വിളിച്ച് പറയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ മഴയുടെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അതുവരെ മഴ പെയ്യട്ടെ, പ്രളയം ഉണ്ടാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറയാതെ ആ മഴ നിർത്താനേ പാടില്ല. ഇങ്ങനെയാണ് അന്ന് 2018 ഓഗസ്റ്റിൽ കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടായി. അതിൻ്റെ പിന്നിൽ പിണറായിയാണ്. ആ പിണറായി വിജയന്റെ ഇടപെടൽ കൊണ്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടായി. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ സുപ്രീം കോടതി വക്കീലന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയും മരപ്പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുകയാണ്. കാര്യം ഇവർക്ക്, ഈ മരപ്പൊട്ടന്മാർക്ക് വരെ സുപ്രീം കോടതി ജഡ്ജാവാമെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ജഡ്ജാകാവുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലാണ് എന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ദിവസം വന്ന് ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്വല്പം ആൾതാമസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കും. ആ പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഒരു ഓഡിയോ പുറത്തുവിട്ട് ഇതാ കേരളം കത്താൻ പോകുന്നു, തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടർ ഉയർത്താത്തത് കൊണ്ടാണ് പ്രളയം ഉണ്ടായത്, അതിന് മുകളിലേക്ക് ഈ കരിമണൽ ഒഴുകി പോകാതിരിക്കാൻ അടച്ചിട്ടു, അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഉയർന്നതാണ്, ഈ രീതിയിൽ കേരളത്തിൽ പ്രളയം ഉണ്ടാകണമെന്നാണ് ഈ മരമണ്ടൻ പറഞ്ഞത്. ഇപ്പോൾ എന്ത് വേണം? അതിനെ സംബന്ധിച്ച് കെ കൃഷ്ണൻകുട്ടി തന്നെ വന്ന് വിശദീകരിച്ചു. ഇത് നിയമസഭാ രേഖകളിൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വസ്തുത മനസ്സിലാക്കാതെയാണോ മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിച്ചത്? തീർച്ചയായിട്ടും വസ്തുത മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ഹൈബിയുടെ അദ്ദേഹം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഉണ്ടല്ലോ, അതില് ചോദ്യം 30/11/18 ഉള്ള ചോദ്യത്തിനാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ 2018 ആഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് എന്നാണ് ഉയർത്തിയതെന്ന് അറിയിക്കാമോ? മറുപടി: തോട്ടപ്പള്ളി സ്പിൽവേ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2018 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിന്റെ ചെയിന്റെ ഹുക്ക് ഒടിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ പ്രസ്തുത ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിന്റെ മുകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. അതിൽ പ്രത്യേകമായി ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിന്റെ മുകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. പ്രസ്തുത സ്പിൽവേയിലെ ഷട്ടറുകൾ ഏതെങ്കിലും കാലതാമസം ഉണ്ടായോ? ഇല്ല. പിന്നെ ആ ചോദ്യം നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ തന്നെയാണ് ചോദിച്ചത്. അദ്ദേഹം നിയമസഭയിലുണ്ട്. എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശ ലംഘനം കൊടുക്കാൻ ഇത്ര നേരം അത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അത് ഇലക്ഷന് വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ നിയമപരമായ നടപടി AI ഉപയോഗിച്ചിട്ടാണോ? ഇല്ലാതെ പിന്നെന്താ? ഇല്ല, ഇതിൽ വസ്തുത എന്തെങ്കിലും വേണ്ടേ? ഞാൻ തന്നെ നിയമസഭയിൽ ചെയ്ത മറുപടിയാണ്. ഇനി അതിൽ കൂടെ എന്താ പറയാനുള്ളത്? പ്രളയത്തിനു മുമ്പേ തുറന്ന ഷട്ടർ പ്രളയം വന്നതിന് ശേഷം തുറക്കാഞ്ഞതിനെ കുറിച്ചാണ് മാത്യു ടി തോമസ് ആരോപണം ഉന്നയിച്ചത്. അല്ല, ക്ഷമിക്കണം, മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത്. അതെ, അത് ഷട്ടർ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളത് നിയമസഭയിൽ ഉത്തരം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മേരി മാതാ കമ്പനിക്ക് അങ്ങനെ എന്തെങ്കിലും അവിടെ തോട്ടപ്പള്ളിയിൽ ഇടപാടുള്ളതായിട്ട് അറിയാമോ അങ്ങേക്ക്? എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇടപാടുള്ളതായിട്ട് എനിക്കറിയില്ല. ഈ പുറത്തു വന്ന ശബ്ദരേഖ അങ്ങയുടേതല്ലെന്ന് അങ്ങേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഞാനതൊന്ന് നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. വക്കീലുമായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് അതിനുവേണ്ടി നിയമ ഉപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ പറഞ്ഞോളൂ. ഇല്ലല്ല, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കേസുകളൊന്നും ഞാൻ പറയാതിരിക്കുന്നതാണ് ഭേദം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിനു വേണ്ടി പറയുന്നില്ല.
ഇത് മാത്യു ടി തോമസുമായിട്ട് കൂടി ആലോചിച്ചായിരിക്കുമോ നിയമ നടപടി? എന്തിനെ എന്നെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? ഞാൻ ആലോചിക്കുകയോ വേണ്ടല്ലോ, ഞാൻ നിയമ നടപടി എടുക്കുകയല്ലേ. അദ്ദേഹത്തിനെ കുറിച്ചല്ലേ ആരോപണം ഉണ്ടാക്കുന്നത്. അദ്ദേഹം പരിശുദ്ധനായ ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ തമാശ പോലെ അച്ചാന്നാ വിളിക്കുകയല്ല. അത്രയും നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞാൽ പിന്നെ എന്താ ഞാൻ പറയാ? ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി. അപ്പോൾ മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞതിനകത്ത് വസ്തുതയില്ലേ? പ്രളയത്തിന് മുമ്പ് തന്നെ തുറന്നു. അതെ, വെറുതെ പറഞ്ഞല്ല. നിയമസഭാ രേഖ വെച്ചുകൊണ്ട് കോൺഗ്രസിലെ ഹൈബീഡന്റെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. അതായത് ജൂലൈയിൽ തന്നെ ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം ഉയർത്തിയിരുന്നു. അത് ഓഗസ്റ്റിൽ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഉയർത്തിയ ആ സ്പിൽവേ പിന്നെ അടച്ചിട്ടേയില്ല. അതിന് മുകളിലേക്ക് വെള്ളവും കയറിയിട്ടില്ല. എവിടെ നിന്നാണ് ഈ വിവരക്കേടുകൾ അല്ലെങ്കിൽ ഓഡിയോ എന്നുള്ള നിലയ്ക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന കുഴലൊക്കെ എങ്ങനെയാണ് നാക്കുകൊണ്ട് കോൺഗ്രസ്സുകാരെ എല്ലാം വലിയ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്തി നേതാക്കന്മാരാകാൻ നോക്കി? 10 പൈസയുടെ ബുദ്ധിയില്ല. ഉള്ള കാര്യം പറയാലോ, ചുമ്മാതാണോ കേസുകൾ തോക്കുന്നത്? ഏതെങ്കിലും ഒരു നുണ അല്ലെങ്കിൽ വിവരമില്ലായ്മ ആധികാരികമായിട്ടിരുന്ന് തട്ടിവിടും. സാധാരണഗതിയിൽ കോടതികളാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് ഇയാളെ മടലെടുത്ത് അടിച്ച് ഓടിക്കുന്നത്. മേലാ നിന്റെ ഹർജിയുമായിട്ട് ഈ പടി കയറിപ്പോരുതെന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസും കൊണ്ട് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ പറഞ്ഞു. അവിടെ തീർന്നിട്ടില്ല. ഒരു ഓഡിയോ പുറത്തുവിട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാനിരിക്കെ ഞാനിതാ ഒരു ബോംബ് പൊട്ടിച്ചു, കേരളം ചർച്ച ചെയ്യാൻ പോകുന്നു, ആൾക്കാർ ആശങ്കയിലാകാൻ പോകുന്നു എന്ന തരത്തിലൊക്കെയാണ് ഈ ഡയലോഗ് അടിച്ചത്. പിണറായി വിജയൻ സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി. കാര്യം പ്രളയമുണ്ടായ സന്ദർഭത്തിലൊക്കെ സർക്കാരിന്റെ ഇടപെടൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം കേരളത്തിന് പരിചിതമല്ലാത്ത രീതിയിലാണ് മഴ പെയ്തിറങ്ങിയത്. ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ സമസ്ത മേഖലയെയും ആ പ്രളയം ബാധിച്ചു. ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രളയം ഉണ്ടായി എന്ന് റോഡോ റെയിലോ മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ അതിനെയെല്ലാം പുനഃസൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ അങ്ങനെ ഒരു പോറലേൽക്കാത്ത രീതിയിൽ കാത്തു സൂക്ഷിച്ചതാണ് ആ സർക്കാരിന്റെ ഭരണമികവ്. അതിനെ ഇകഴ്ത്താൻ വേണ്ടി ഇല്ലാത്ത കഥയുമായിട്ട് ഇമാതിരി വിവരം കെട്ട ഐറ്റങ്ങൾ ഇറങ്ങുമ്പോൾ ഇവരൊക്കെയാണോ ജനപ്രതിനിധികളാകേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സഭയും പിടിച്ച് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ഏതെങ്കിലും അധികാര കസേരയിലൊക്കെ എത്തുമ്പോൾ യോഗ്യത എന്താണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തുണ്ടുവെച്ച് വിജയിച്ചവരാണ്. എങ്ങനെ? പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തുണ്ടുവെച്ച് ഡീവാർ ചെയ്ത വ്യക്തി അതോടുകൂടി അജ്ഞാതവാസത്തിന് പോകുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ഇംഗ്ലീഷും പഠിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ എന്തോ വലിയ സംഭവമായെന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്ന അവരുടെ കാഴ്ചപ്പാടിൽ സർവ്വവിജ്ഞാന കോശം എന്നൊക്കെ കരുതുന്ന അഖില ലോക വിവരക്കേടാണ് മാത്യു കുഴൽനാടനെന്ന് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആ ബോംബോടുകൂടി ബോധ്യപ്പെടുകയാണ്. ആ കുഴൽ ബോംബ് ഇപ്പോൾ ആസനത്തിലിരുന്ന് തന്നെ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അനക്കോ ഇല്ല, ആവിയില്ല. ഒടുവിൽ സ്വന്തം നിലയ്ക്ക് വെച്ച വടി കൃത്യമായിട്ട് ആസനത്തിൽ തന്നെ കൊണ്ടു എന്നുള്ള ഒരു ഗുണം കൂടി ആ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്.